നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ജപ്പാൻ യാത്രയുടെ ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് ഇവിടെ നിന്നും സൗത്ത് കൊറിയയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും പോകുന്നത് ഫെറിയിലാണ്. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങളുടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. കൊറിയയിലേക്ക് പോകാൻ സമയമില്ലാതെ ജപ്പാനിൽ ടൂർ അവസാനിപ്പിക്കുന്ന ചിലരുണ്ട്. അതിലൊരാളാണ് മിസ്റ്റർ ലാൽ ജോസ്. ലാൽ ജോസും മോളും ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ലാലു, എപ്പോഴും യാത്ര ചെയ്യുന്ന ആളെന്നുള്ളതിലേക്ക് എന്താണ് വാട്ട്സ് ഇംപ്രഷൻ അബൌട്ട് ജപ്പാൻ? ജപ്പാൻ ഇത്ര ഒരു ക്രോസ് സെക്ഷൻ ഈ 10 ദിവസം എന്ന് പറഞ്ഞൊരു രാജ്യം കാണാൻ വളരെ കുറഞ്ഞ സമയമാണ്. പക്ഷേ ഈ വെനീസ് റോയൽ ടൂറിൻ്റെ ഈ അറേഞ്ച്മെൻറ്റ്സും ഐറ്റിനറിയും ഭയങ്കര ഗംഭീരമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റി. ഹിരോഷിമ പോകാൻ പറ്റി, ക്യോട്ടോ, ഒസാക്ക, ടോക്കിയോ, ആൽഫൈൻ റൂട്ടിൽ സാധാരണ എല്ലാവർക്കും പോകാൻ പറ്റാറില്ല. പിന്നെ ടൂർ ഗ്രൂപ്പുകളൊന്നും സാധാരണ അവിടെ കൊണ്ടുപോകാറുമില്ല. അപ്പോൾ അങ്ങനെ ജപ്പാനിൽ കാണേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി. ജപ്പാനിലെ ജനങ്ങളെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, വളരെ അടുക്കും ചിട്ടയും, അല്ലെങ്കിൽ ഈ ഒരു വലിയ ദുരന്തങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ ജനത. എന്താണ് ഇവരുടെ ഒരു സ്വഭാവവും അത്തരം കാര്യങ്ങൾ കണ്ട പ്രത്യേകത? അല്ല, നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യം അവരുടെ വൃത്തിയാണ്, ക്ലീൻലിനെസ്സാണ്. പിന്നെ അവരെ സഹായിക്കാനുള്ള മെൻറ്റാലിറ്റിയാണ്. നമ്മളൊരാളോട്, ഞാനൊരു വയസ്സായ സ്ത്രീയോട് ഒരു വാഷ്റൂം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ കുറേ ദൂരമുണ്ട്, ഒരു 500 മീറ്റർ നടക്കണം. അവരെൻ്റെ കൂടെ എന്നെ കൈയും പിടിച്ച് കൊണ്ടുപോയിട്ട് അത് കാണിച്ചു തന്നു. അപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിൽ നമ്മൾ അത്ര, ചില ആളുകൾ സഹായിക്കും, വഴി പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നല്ലാതെ ഇത് കൂടെ വന്ന് നമുക്ക് ആ സ്ഥലം കാണിച്ച് ഭാഷ അറിയില്ല. പക്ഷേ അവർ നമ്മൾ പറയുന്നത് എന്താണെന്ന് ഇങ്ങനെ കാത് കൂർപ്പിച്ച് നിന്നിട്ട് അത് കേൾക്കും. അതൊരു വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു. ഇനി ബെന്നി, അപ്പോൾ അങ്ങനെ ലാലു നമ്മുടെ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്താണ് നമ്മുടെ അടുത്ത ദിവസത്തെ 3-4 ദിവസത്തെ പരിപാടികൾ? ലാൽ സാറ് പോകുന്നതിൻ്റെ വലിയ വിഷമമുണ്ട്. കാരണം 10 ദിവസം ഒന്നിച്ച് കുടുംബം പോലെ ആയതിൽ വലിയൊരു സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് കൊറിയയിലേക്കാണ്. അതിവിടെ നിന്ന് ഫുക്കുക്കയിൽ നിന്ന് ചെറിയെന്ന് പറയേണ്ട കുറച്ചുകൂടി ക്രൂയിസായിരുന്നു, സൗകര്യമുള്ളതിലാണ്. അത് ഹൈ സ്പീഡ് ജെറ്റാണ്. അത് 2-3 മണിക്കൂറോടെ നമ്മൾ ബുസാനിൽ എത്തിച്ചേരും. അപ്പോൾ യാത്ര പുറപ്പെടാം. അപ്പോൾ താങ്ക് യു ലാലു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഹക്കാത്ത ഫെറി ടെർമിനലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കൊറിയയിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന ക്യൂൻ ബീറ്റിൽ എന്ന ഷിപ്പാണ്. ക്യൂൻ ബീറ്റിൽ ചെക്ക് ഇൻ 8:30 ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് 3-3.5 മണിക്കൂറാണെന്നാണ് കേട്ടത് ബുസാനിലേക്ക്, സൗത്ത് കൊറിയയിലെ ബുസാനിലേക്ക്. നമ്മുടെ ഫുൾ ടീം ഇവിടെ നിൽക്കുന്നു. പാസ്പോർട്ടും വിസയും ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. ബോർഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഷിപ്പിൽ. 9 മണിക്കാണ് ടൈം. നമുക്കെല്ലാം ബോർഡിംഗ് പാസ് കിട്ടി. ഇനി ഇപ്പോൾ 8:30 കഴിഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. കസ്റ്റംസ് ഇമിഗ്രേഷൻ കഴിഞ്ഞു. നമ്മൾ ജപ്പാൻ വിടുകയാണ്. ഇനി ഡിപ്പാച്ചർ ലോബിയിലിരിക്കാം. ഇവിടെ ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ബോട്ട് അഥവാ ഷിപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ക്യൂൻ ബീച്ചിൽ എന്നാണ് അതിൻ്റെ പേര്, അല്ല അവളുടെ പേര്. ആ കിടക്കുന്നതാണ് നമ്മുടെ ഷിപ്പ്. ഇന്നൊരു മഴയുള്ള ദിവസമാണ്. വളഞ്ഞാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവം ഇനി കുറേ കാണില്ല. നമ്മുടെ ഷിപ്പ് നടപ്പ് തീരുന്നില്ലല്ലോ. ഇതിനൊരു ഹൈറ്റ് കൂടെ കയറി വേണം പോകാൻ. എൻ്റെ പെട്ടിക്കാണ് നല്ല വെയിറ്റാണ്.
മോർണിംഗ് മോർണിംഗ്. ഹായ് ഹായ് മോർണിംഗ്. നമുക്കിവിടെ പെട്ടികൾ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. താഴെ വയ്ക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ പെട്ടിയോടെ വെച്ചു. അപ്പോൾ നമ്മൾ ലോക്കർ റൂം കഴിഞ്ഞ് പോവുകയാണ് ബോർഡ് ചെയ്യാൻ. ഇവിടെ വമ്പൻ ക്രൂസുകളൊക്കെ കിടക്കുന്നു. നോർവീജിയൻ ക്രൂസൊക്കെ കിടക്കുന്നുണ്ട്. ന്യൂ കമേലിയ എന്ന മറ്റൊരു ഷിപ്പ്. അതിമനോഹരമായ കാഴ്ചകളാണ്. ഇപ്പം തന്നെ ഒരാട്ടമുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇരിക്കേണ്ട സ്ഥലം. ഹായ് മോർണിംഗ്. 35S. ഇപ്പോൾ സീറ്റ് കാണിച്ചു തരാൻ വേണ്ടി യുവതി കൊണ്ടുപോകുന്നു. ദിസ് വൺ. താങ്ക് യു. 34 വിൽ ബി there. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ബിസിനസ് ക്ലാസ് ആണ്. നല്ല ഗംഭീരമായ ഷിപ്പ്. അങ്ങനെ നമ്മുടെ ഷിപ്പ് പുറപ്പെടുകയാണ്. ഇനി 3 മണിക്കൂറോളം നമ്മൾ കടലിലാണ്. ഡയമണ്ട് പ്രിൻസസ് ലണ്ടൻ ഈ ഗംഭീര ക്രൂസ് ഷിപ്പ് കിടക്കുന്നു. എത്ര നിലയുണ്ടെന്ന് ചോദിച്ചാൽ താഴേക്ക് എത്ര നിലയില്ല. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8. നമ്മളിതിൻ്റെ സൺഡക്കിലേക്കൊന്ന് പോകാമെന്ന് കരുതി പോവാണ്. ബ്യൂട്ടി പെറ്റ് ഷോപ്പുണ്ട്. ബാവാ ഒക്കെ കണ്ടെത്തി. സൺഡക്ക്. നമ്മൾ സൺഡക്കിലേക്ക് പോകണം. വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മളൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മളാണ് മിടുക്കന്മാരെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. നമ്മുടെ പിന്നിൽ നമ്മൾ കടന്നു വന്ന ജക്കാർത്ത സിറ്റിയാണ് കാണുന്നത്. മഴ പെയ്യുന്നുണ്ട്. ഷിപ്പിൻ്റെ സൈഡിൽ കാണുന്നത് എങ്ങനെ ഇരിക്കും. ഇത്ര ഉള്ളല്ലേ. ഇതാണ് പൊഹക്കുഴൽ എന്ന് പറയുന്ന സാധനം. പൊഹക്കുഴൽ.
അങ്ങനെ ഏതാണ്ട് 3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മളിപ്പോൾ എത്തുകയാണ് കൊറിയയിലെ, സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ബുസാനിലേക്ക്. ബുസാൻ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ആടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനും ആടുന്നത്. ഇതാ മലകൾക്കും കടലിനും നടുവിലായിട്ട് ബുസാൻ. അങ്ങനെ നമ്മുടെ ബോട്ട് ഏതാണ്ടൊക്കെ എത്തിക്കഴിഞ്ഞു. വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത യാത്രയായിരുന്നു.ご利用はただいまお持ち終了させていただきます。ご利用もご利用നമ്മളെ എതിരാക്കാനാണെന്ന് തോന്നുന്നു. ഒരു പൈലറ്റ് ബോട്ട് വരുന്നുണ്ട്. ഞാൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പിന്നെ ഇതെങ്ങനെ കണ്ടെത്തി? വളരെ ബിസി പോർട്ടാണ്. ബുസാൻ എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഒന്നൊന്നായിട്ട് ഷിപ്പുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മൾ ബുസാൻ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടൊരു വലിയ പാലത്തിൻ്റെ അടിഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാങ്ങിങ് കൈൻഡ് ഓഫ് ബ്രിഡ്ജ്. ഞാനങ്ങനെ എൻ്റെ 119ാമത്തെ രാജ്യത്ത് കാലുകുത്തിയിരിക്കുകയാണ്. സൗത്ത് കൊറിയ, ദക്ഷിണ കൊറിയ. ഇതാണ് നമ്മൾ വന്ന ഫെറി ബോട്ട് ക്യൂൻ ബീറ്റിൽ. പിന്നിൽ ബുസാൻ നഗരം കാണുന്നു. അതാണ് നമ്മുടെ ഫെറി ബിൽഡിങ്. അവിടെ ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ബുസാൻ സുഷിമ അവിടേക്ക് പോകുന്ന ബോട്ടാണ് കിടക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ജാപ്പനീസ് ഭാഷയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കൊറിയൻ ഭാഷയിലേക്ക് മാറി. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. നിർമ്മാണ രീതി ഉണ്ടല്ലോ, അവനങ്ങനെ പൊങ്ങി പറന്നാണ് വരുന്നത്. വെള്ളം തൊടാത്ത രീതിയിൽ പൊങ്ങി പറക്കും.
അറൈവൽ ഏരിയ. ഇതാണ് നഗരത്തിൻ്റെ ഒരു ദൃശ്യം. അങ്ങനെ സൗത്ത് കൊറിയയിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ് ബുസാൻ നഗരം. നമ്മളെ കൊണ്ടുപോകാനായി നമ്മൾ കേടെത്തിയിട്ടുണ്ട്. ഹായ്, നമ്മുടെ ബസ് എത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട്. ജപ്പാനിൽ നല്ല മഴയായിരുന്നു. അമ്പടം, ഇത് തകർപ്പൻ ബസ്സാണല്ലോ. നിറച്ച് അലങ്കാരപ്പണികളൊക്കെയാണ്. വാ, ഗിയറുണ്ടോ, സ്റ്റിയറിംഗ് ഉണ്ടോ, ഇത് മൊത്തം. അത് തന്നെ. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ മറ്റൊരു മാറ്റം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവ് ആയി എന്നുള്ളതാണ്. ജപ്പാനിൽ റൈറ്റ് ഹാൻഡ് സൈഡായിരുന്നു. അതുപോലെ ബസ്സിൽ കയറുമ്പോൾ മറ്റൊരു രസകരമായ കാര്യം, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജിങ് കേബിളുകളുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. 5 hours? 3.5. 3.5. You took the high speed boat. And normally it takes about 6 to 7 hours. 6 to 7 hours? Oh. Just a normal boat. You took some high speed boat. So as you see, Busan is a harbor. It's a harbor city. And for export. In India also you can find Hyundai and Kia Motors APEC House. APEC is a Asian Pacific Economic Corporation. There is a solid place for APEC House on Dongdaek Island. Also the area is a center of the finance industry in Busan. By your car, it takes normally 5 to 6 hours, but by KTX, when you get on the train, there is only small space for your luggage and suitcases. നമ്മളിപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഉച്ചയാഹാരം 2:40 ഉച്ചയ്ക്ക്. ഇത് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൗത്ത് കൊറിയയിലെ ആദ്യത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ആയിരിക്കും എന്ന് വിചാരിക്കാം. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ബുഫേ അല്ലെന്ന് തോന്നുന്നു. സ്റ്റാൻഡിയൊക്കെ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്. ബുഫേ അല്ലേ? പിന്നെന്താ അങ്ങനെ ഇരിക്കുന്ന യുവാവൊക്കെ? ആണോ? അതല്ല, ഇവിടെ മിക്കവരും നല്ല ഗംഭീരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ആദ്യം എടുത്തൊരു സൂപ്പാണ്. അതിനുശേഷം സിയാദ് എടുത്തുകൊണ്ട് വരുന്നത് ഇഷ്ടം പോലെ ഐറ്റം അല്ലേ. 2 മണിക്കൂർ എടുത്തും കഴിച്ചു തീരാനെന്നാണ് സിയാദിൻ്റെ ഒരു കണ്ടെത്തൽ. നമ്മളിപ്പോൾ ബുസാനിൽ ആദ്യത്തെ കാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ വലിയ മലയുടെ മുകളിലാണ് നഗരം. അവിടെ നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ ഈ ഒരു കടലിൻ്റെ സൈഡിലുള്ള മനോഹരമായ സ്ഥലത്ത് നിൽക്കുന്നു. നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ്. നല്ല തണുത്ത കാറ്റാണ്. അലോക്കന കാറ്റ്, പറന്നു പോകുന്ന കാറ്റാണ് ഇവിടെ. കാണുന്നത് പസഫിക് ഓഷനാണ്. താഴെ ദൂരെയായിട്ട് നമുക്ക് ബുസാൻ നഗരവും കാണാം. നമ്മൾ ബോട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ്.
ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇതാണ്, മലകളും കാടും അതിരിടുന്ന ഒരു പ്രദേശം. അതാണ് ഇല്ലാന്ന് പറയുന്നില്ല. അവിടെ കാണുന്ന 2 പാറകൾ, അത് നമ്മൾ ബോട്ടിൽ നിന്ന് കണ്ടതാണ്. ഒന്നിൽ ലൈറ്റ് ഹൗസ് ഉണ്ട്, വിവേകാനന്ദ പാറ പോലെ അതങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് കാണാവുന്ന കാഴ്ചകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ഇവിടുത്തെ ഭാഷയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും മനസ്സിലാക്കില്ല. ഉരുക്ടോ ഐലൻഡ്, ഇവിടെ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എല്ലാം ഇവിടുത്തെ ഭാഷയിലാണ്. ഐ എം സോ സോറിയാ. അപ്പോൾ നമ്മൾ പണ്ട് ചൈനയൊക്കെ അതുപോലൊരു കണ്ണാടിപ്പാലം താഴെ പോ. ആ, നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് കടലിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയാണ് കണ്ടോ. പക്ഷേ ബൈജു എന്നാർക്ക് പഴയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടോ ചുമ്മാ കൂളായിട്ട് നടക്കുന്നുണ്ടോ. നമ്മൾ കാലിലൊരു തുണി സാധനം ധരിക്കാൻ തന്നിട്ടുണ്ട് ഇവിടെ പോകാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ അയ്യാ, പക്ഷെ ഇപ്പം ചെറിയ പേടി വന്നു കേട്ടോ. എന്താ ഇവിടെ ഇപ്പോൾ പസഫിക് ഓഷനും ഇന്ത്യൻ ഓഷനും കൂടി ഒന്നിച്ച് ചേരുന്നൊരു സ്ഥലമുണ്ട്. അത് പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തല്ല, അല്പം ഉള്ളിലേക്കാണ്. പക്ഷേ എങ്കിലും ഏതാണ്ട് ബുസാൻ സിറ്റിയുടെ പിന്നിലാണ് ആ ഒരു കൂടിച്ചേരൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ചൈന, തായ്വാൻ, ജപ്പാൻ, കൊറിയ അങ്ങനെ പല രാജ്യങ്ങളുടെ ഒരു സംഗമ സ്ഥാനമാണ് ഈ കാണുന്ന കടലിൻ്റെ ഭാഗങ്ങൾ. അങ്ങനെയാണ് ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും ഒന്നിച്ച് ചേരുന്ന സ്ഥലമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നത്. ഇത് ബുസാൻ റെയിൽവേ സ്റ്റേഷനാണ്. ബുസാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KTX എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ സോളിലേക്ക് പോവുകയാണ്. സോൾ എന്ന ഏറ്റവും വലിയ സിറ്റിയിലേക്ക് പോവുകയാണ്. 2.5 മണിക്കൂറാണ് അവിടെ എത്താനുള്ള ദൂരം. സാധാരണ ട്രെയിനിലാണെങ്കിൽ 7 മണിക്കൂർ വരെ എടുക്കുന്ന ദൂരമാണ് നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ 2.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ പോകുന്നത്. ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനാണ് ഏറ്റവും പ്രസിദ്ധമെങ്കിലും ഇതും അതുതന്നെയാണ്, സെയിം സാധനം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ആദ്യം വന്നത് ജപ്പാനിലാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബുസാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ രാവിലെ സമയം 8 മണിയാകുന്നുള്ളൂ. 8:30ക്കാണ് നമ്മുടെ ട്രെയിൻ. അല്ല കുഴപ്പമില്ല. ഇതാ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് എയർപോർട്ട് പോലെ അത്രയും മനോഹരമാണ്. നമ്മുടെ ടീമുകളെല്ലാവരും അവിടെ എലിവേറ്റർ കയറുന്നു, എസ്കലേറ്റർ. ഇവിടെ ഇപ്പോൾ ടൈം കാണിക്കുന്നുണ്ട്. അതിൽ KTX എന്ന് എഴുതിയിരിക്കുന്നതാണ് ബുള്ളറ്റ് ട്രെയിൻ. സമയം ഇപ്പോൾ 8:01. വേ ടു ട്രാക്ക് എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ട്രാക്കിലേക്കുള്ള വഴി ട്രാക്ക് മുകളിലാണെന്ന് തോന്നുന്നല്ലോ. ഇവിടെ ഇപ്പോൾ ഏത് ട്രാക്കിലാണ് ട്രെയിൻ വരുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഏത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സംഭവം തന്നെയാണ്.
നമ്മളിപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നതാണ്. ഇവിടെ നല്ല രസകരമായ വ്യൂ ഉണ്ട്. രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ തിരക്കായി വരുന്നു നഗരം. നഗരം നഗരം മഹാസാഗരം. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. അപ്പോൾ ഭാവിയിൽ വ്ളോഗ് ചെയ്യാൻ താല്പര്യമുള്ളൊരു യുവതി നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട്. അതെ, വ്ളോഗ് ചെയ്യുന്നില്ലേ വലുതായി കഴിയുമ്പോൾ? ഇല്ലല്ലേ, നമ്മുടെ കൂടെയുള്ള ഏറ്റവും ചെറുതാണ് ഇവള്. ഇവിടെ ഒരു ക്രൂസ് ഷിപ്പ് കാണാം. ഇന്നലെ നമ്മൾ കണ്ട ക്രൂസ് ഷിപ്പല്ല, ഇത് വ്യത്യസ്തമായ മറ്റൊരെണ്ണം. ഈ നഗരത്തിൽ 2030 എന്തോ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. എല്ലായിടത്തും അതിൻ്റെ ബോർഡൊക്കെ കാണാം. ബുസാൻ വേൾഡ് എക്സ്പോ 2030 എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കുറേ പേരുടെ പടങ്ങളുണ്ട്. ഇവിടുത്തെ പിണറായി വിജയനും മന്ത്രി രാജീവും ഒക്കെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ KTXൻ്റെ മുൻഭാഗമാണ് കാണിക്കുന്നത്. അതിൻ്റെ എൻജിൻ ആണ് കാണിക്കുന്നത്. റെയിൽവേ മനോഹരമായ ദൃശ്യം റെയിൽവേ സ്റ്റേഷൻ്റെ. നമ്മൾ തിരിച്ചു പോയി നമ്മുടെ ലഗേജ് എടുത്തിട്ട് ട്രെയിനിലേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്ന ട്രെയിൻ ഇതല്ല, ഇത് SRT ആണ്. നമ്മൾ പോകുന്ന KTX എന്ന് പറയുന്ന ഇതാ ഈ കിടക്കുന്നതിലാണെന്നാണ് മനസ്സിലാകുന്നത്. കേരളത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളയിൽ ഇതാ കൊറിയയിൽ എത്തിക്കഴിഞ്ഞു. വരുന്നുണ്ട്. നമ്മുടെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. KTX ഇത് തന്നെ. ഇതാണ് നമ്മുടെ ട്രെയിൻ KTX. നമ്മുടെ ട്രെയിനിൽ നമ്മൾ കയറാൻ പോവുകയാണ്. ഈ ഒരു ബോഗി മിക്കവാറൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ 25 പേരുണ്ട്. അപ്പോൾ നമ്മളിതാ KTX എന്നറിയപ്പെടുന്ന സൗത്ത് കൊറിയയിലെ എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരൊറ്റ മനുഷ്യനില്ല. നമ്മൾ ആ ബോഗിയിൽ നമ്മൾ ഫുൾ ആൾക്കാരുണ്ട്, 25 പേരുണ്ട്. ഇവിടെ പക്ഷേ ആരെയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അടുത്ത സ്റ്റേഷനിലേക്ക് കയറുമായിരിക്കാം. എന്നാലും 320 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ പോകുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ വന്ദേ ഭാരത് വന്നില്ലായിരുന്നെങ്കിൽ അത് കേട്ട് നമ്മളൊന്ന് അന്തം വിട്ടാനേ. പക്ഷേ വന്ദേ ഭാരത് വന്നപ്പോൾ കുറച്ചൊക്കെ നമ്മളൊന്ന് ഇതോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനുകളിലൊന്നാണിത്. ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിനാണ്. ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, നമുക്കെല്ലാം തോന്നിയത്, അതായത് ഇതിനകത്ത് ലഗേജ് വയ്ക്കാൻ സ്ഥലം കുറവാണ്. കയറി വരുന്ന അവിടെ വന്നിട്ട് ചെറിയ ഷെൽഫുണ്ട്, അവിടെ വയ്ക്കാം. പിന്നെ അല്ലെങ്കിൽ എല്ലാം നമ്മളുടെ സീറ്റുകളുടെ ഇടയിൽ വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വലിയ യാത്രയ്ക്ക് വന്നതുകൊണ്ട് വലിയ സൂട്ട് കേസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊഴിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളും ഗംഭീരമാണ്. ഇനി ബാക്കിയൊക്കെ നമുക്ക് ട്രെയിൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞ് പറയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ഒരു ക്യാമറയും പിടിച്ച് നിൽക്കുന്നത് അമേരിക്കയിൽ സെറ്റിലായിട്ടുള്ള മിസ്റ്റർ സ്റ്റാൻലിയാണ്. സ്റ്റാൻലി, അമേരിക്കയിൽ എങ്ങനെയാണ് ബുള്ളറ്റ് ട്രെയിൻ ഇത്രയും സ്പീഡിലൊക്കെ ഉണ്ടോ? Bullet train ഇല്ല. Unfortunately, we have the only fastest train, which is going from Boston to Washington DC. That's only goes maximum speed of 120. ഇത്രേ ഉള്ളൂ. That's it. വന്ദേ ഭാരതാണ് ഭേദം Yes. അല്ലേ? No speed train yet. അപ്പം അമേരിക്ക ഒന്നും പോരാ പഴയ പോലെ. ചിരിക്കുന്നില്ല, കാരണം അമേരിക്കൻ പൗരനാണ്, അതുകൊണ്ടാണ് ചിരിച്ച് തള്ളുന്നത്. Sockets ഉണ്ട് ഇതിനകത്തല്ല. സോക്കറ്റ്സ് ഉണ്ട്, സോക്കറ്റുകളുണ്ട്. ഇതാ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ വിശാലമായ വിൻഡോ. ഇവിടെ AC വെൻറ്റുകൾ. That's light. ലൈറ്റാണ്, സോറിയാ കത്തുന്നില്ല കേട്ടോ. അത് ലൈറ്റാണ്, അതിലും കത്തുന്നില്ല നോക്കിയിട്ട്. പിന്നെന്താ ഇവിടെ ചെറിയ ഒരു പേപ്പറൊക്കെ വെക്കേണ്ട സ്ഥലം. ഇതിനകത്ത് ഇൻഹൗസ് മാഗസിൻ ഇവരുടെ ഉണ്ട്. KTX എന്ന് പറയുന്നത് DVR ഉണ്ട്. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. മോണിറ്റർ സ്പീഡിംഗ് and that is recorded 24/7 whenever they travel. It's called DVR. അതായത് ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ്. Yes. അതെ, that records everything. അതെ. പിന്നെ അങ്ങനെ വലിയ ലെഗ് സ്പേസ് ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ ഒരു ലെഗ് റെസ്റ്റ് ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. But it's clean. ക്ലീൻ, വെരി ക്ലീനാണ്. ഇനി എല്ലാം കഴിക്കാനോ കുടിക്കാനൊക്കെ എന്തെങ്കിലും തരുമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ സ്ക്രീനൊക്കെ ഉണ്ട്, താഴ്ന്ന് നിൽക്കുന്ന സ്ക്രീനുണ്ട്, ലഗേജൊക്കെ ഇത്ര സ്ഥലമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ബെന്നി, അങ്ങനെ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിരിക്കുകയാണ് അല്ലേ? ബെന്നി മുമ്പ് കയറിയിട്ടില്ലേ? ഉണ്ട്. എങ്ങനെയുണ്ട്? ആഹാരം എല്ലാം കഴിക്കാൻ തരുമോ? ആണോ? നിർബന്ധമില്ല, ബെന്നി പറയാം. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ആരംഭിക്കുന്നു. എല്ലാവരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്.
വിടാറായിട്ടുണ്ട്. കേരളയിൽ കൊണ്ടുവരണോ വേണ്ടതെന്ന് ഇപ്പോൾ തീരുമാനിക്കണം. അങ്ങനെ കൃത്യം 8:50 തന്നെ വണ്ടി പുറപ്പെട്ടു. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിറ്റേ ദിവസം 8:50 വരാറുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി. ഉൾസാൻ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഉൾസാനിൽ ആരും കയറുന്നിറങ്ങുന്നൊന്നും കാണുന്നില്ല. പശുമ്പ റൈറ്റ് സൈഡ്. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ വില്ലേജായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവരുടെ ചാക്ക് ചക്ക്, അവരുടെ പശുവിനെ ആട്ടാനുള്ള അല്ല പശുവിനെ സോറി ഇത് പശുവിനെ അത് കെട്ടി ചുറ്റും നടത്തി എണ്ണയാട്ടുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാള, ഓക്കെ, പശുവല്ല കാള. ഇതൊക്കെ ഇവരുടെ വീടുകളുടെ മാതൃകകൾ, പഴയ വീടുകളുടെ ഇതിൻ്റെയൊക്കെ മേൽക്കൂരയൊക്കെ നമ്മുടെ ബാലിയിലൊക്കെ കാണുന്ന പോലെ മനോഹരമായിട്ടുണ്ട്. അതെ, ഇതിൻ്റെയൊക്കെ നല്ല രസമുള്ള വീടിൻ്റെ. അപ്പോൾ വന്നിട്ട് കാണാം. ഇപ്പോൾ 2:30 ഒരു ഷോ ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ ഒരു നാട്ടിൻപുറത്തെ വീടുകളൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വന്ന് നമുക്ക് എല്ലാം ഒന്ന് കാണണം. ഇപ്പം നമുക്കൊന്ന് അടുത്ത ട്രഡീഷണൽ എന്തോ കൃഷി ഡാൻസ്, കർഷക ഡാൻസ് കാണാൻ പോവാണ്. ആണോ? ഇപ്പോൾ പിന്നെ എന്താ 2:30 വേറെ ഒരു ഡാൻസ് ഉണ്ട്. നമ്മൾ നോക്കിക്കോണേ, നമ്പറുണ്ട് ബിൽഡിംഗ് 14 ഇവിടെ 2:30 ഒരു ഷോ ഉണ്ട്. അവിടെ മനോഹരമായ ഒരു സ്റ്റേജും മനോഹരമായൊരു കുളവും വഴിത്താരകളും മറ്റുമുണ്ട്. ഏതോ തറവാട് കുളം തോണ്ടിയാന്ന് തോന്നുന്നു.
കൊറിയൻ ട്രഡീഷണൽ വില്ലേജിലെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ പണ്ട് കുറ്റം ചെയ്യുന്നവരെ കൊണ്ടുവന്ന് അടിച്ചിരുന്ന കോടതി മറ്റാണ്, അതാണ് അവരവിടെ കാണിക്കുന്നത്. So, in Joseon Dynasty, there was a despot. So this is the local governance office. So you see that is a punishment. കൊറിയ ഭരിച്ചിരുന്ന ജോസൺ എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിയിൽ അവർ ഓരോ ലോക്കൽ ഗവർണേഴ്സിനെ നിയമിക്കുമായിരുന്നു. അവരാണ് ജനങ്ങളെ കുറ്റവാളികളെ ശിക്ഷിക്കാനും മറ്റുള്ള അധികാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗവർണേഴ്സ് കുറ്റവാളികളെ അടിക്കാനും പീഡിപ്പിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന ചില ശിക്ഷാ സമ്പ്രദായങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ കെട്ടിയിട്ട് അടിക്കുക, ഈ വടി വെച്ചിട്ട് അടിക്കുക, പിന്നെ അങ്ങനത്തെ ചെയേഴ്സിലൊക്കെ ഇരുത്തിയിട്ട് പ്രാകൃതമായ മൂന്നാം മുറകൾ പ്രയോഗിക്കുക, അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണിത്. ഇതൊന്നും ഒറിജിനലല്ല, ഇതെല്ലാം ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നതാണ്. അവിടെ അങ്ങനെ ആ ചേട്ടൻ ഇരിക്കുമായിരുന്നു, ഗവർണർ ചേട്ടൻ അങ്ങനെ ഇരിക്കുന്നു, അടിക്കുന്നു, നേരപ്പാക്കുന്നു, ഇവിടെ കെട്ടിയിട്ടടിക്കുന്നു. എന്നിട്ട് പിന്നെയും ജയിലിലേക്ക് മാറ്റുന്നു ആൾക്കാരെ. ജയിലാണ് അപ്പോൾ ഈ സൈഡിൽ കാണുന്നത്. അടിയും കിട്ടി ജയിലിലുമായി എന്ന് പറഞ്ഞ അവസ്ഥയാണ് പണ്ട് ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഇതായിരുന്നു ജയിൽ. നമ്മുടെ കൂടെയുള്ളവർ ശിക്ഷകളൊക്കെ പുനഃസൃഷ്ടിക്കുന്നു. He's not going to get him. He's been tied. ഇതിവിടുത്തെ ഒരു കൃഷിഭൂമി, ഗ്രാമത്തിന് നടുക്കുള്ള ഒരു കൃഷിഭൂമി. അവിടെയൊക്കെ കുതിര രസകരമായിട്ട് പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ എന്താണ് ഗ്രാമമുഖ്യൻ്റെ കൊട്ടാരം പുനഃസൃഷ്ടിക്കുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന ചില പാത്രങ്ങളും മറ്റുമാണ്. നമ്മുടെ ഗൈഡാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പാലസ് എന്ന് വിളിക്കാവുന്ന സംഭവമാണ്. പ്രത്യേക തരത്തിലുള്ളൊരു നിർമ്മാണ രീതിയാണ്. അതൊന്ന് കണ്ടു നോക്കാം. ഇത് ഗ്രാമമുഖ്യൻ്റെ ഭാര്യയാണോ? കേട്ടില്ല, അതേ കേട്ടില്ല. ഓ ഐ ആം സോറി. ലുക്ക് ഓൺലി ഫ്രം ദ ഔട്ട്സൈഡ് എന്ന് പറയുന്നുണ്ട്. ഇത് ഗ്രാമമുഖ്യൻ്റെ ഓഫീസ് റൂം. രസമുണ്ട്. അടുക്കള അല്ലേ? ഒരലൊക്കെ നമ്മുടെ അതേ സാധനം. നമ്മുടെ മറ്റേ ഇതൊക്കെ പത്തായം പോലെയൊക്കെ തന്നെയുള്ള ഒരു സെറ്റപ്പ് അല്ലേ? മത്തങ്ങ, മുട്ട എല്ലാം പഴയ മുഖ്യൻ ഉപയോഗിച്ചിട്ട് പോയ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. ഇനി സൈഡിൽ കൂടെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. താഴെ പോയില്ല. എന്നിട്ടിങ്ങനെ വരുന്നു. ഇവിടെ ഒരു നടപ്പാത പോലെ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാത. അതവിടെ ചെന്നിട്ട്
അവിടെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. വലിയ വീടാണ്. അങ്ങനെ വിശാലമായിട്ട് പല വഴികളിലായി കിടക്കുന്നു. ഇവിടെയൊക്കെ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങൾ. വൈക്കോല്, അറപ്പുര എന്ന് പറയുന്ന സംഭവമാണ്. ഏതാണ്ട് ഇതാണ് ആ വീടിൻ്റെ അല്ലെങ്കിൽ പാലസിൻ്റെ ഒരു രൂപം. ഇതിങ്ങനെ കല്ലടുക്കി വെച്ചാൽ ആഗ്രഹം സാധിക്കുമെന്നാണ്. നമ്മൾ ഭൂട്ടാനിലൊക്കെ പോയാലും ബുദ്ധിസ്റ്റ് സങ്കല്പം അനുസരിച്ച് ചെയ്യാറുണ്ട്. അതാണ് ഇങ്ങനെ ചിലരൊക്കെ അടുക്കി വെച്ചേക്കുന്നത്. ഇത്ര കഷ്ടപ്പെട്ടടുക്കി വെച്ചതൊക്കെ ഉണ്ട് ഇവിടെ. എന്തോ ആഗ്രഹമുള്ള ഒരു യുവതി ഇവിടെ കല്ലടുക്കുകയാണ്. ആഗ്രഹം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, എന്താ രഹസ്യ ആഗ്രഹം തോന്നുന്നു. സോറി, താഴെ പോവും. കല്ലെടുക്കുന്ന യുവതികൾ കൗതുകമായി. 9 എണ്ണം കിട്ടുന്നുണ്ടോ നോക്കണേ. 9 ആകുന്നതിന് മുമ്പേ കാല് കഴിച്ചൊരു യുവതി എഴുന്നേറ്റ്. അപ്പം ഒരുപാട് രാജ്യങ്ങൾ കറങ്ങണേ എന്നാണ് വിനീതയുടെ ആഗ്രഹം. 9 കല്ല് വെച്ച ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. വെൽ ഡൺ മൈ ബോയ്. നല്ല കിളികളുടെ ശബ്ദം കേൾക്കാൻ വെള്ളം ഒഴിച്ചിട്ട് ഊതിയാൽ മതി. 2000 won ആണ് ഇവിടെ. Oh, 25? You're supposed to be there. ഇവിടെ വീതിയുണ്ടല്ലേ, നല്ലൊരു പ്രൗഢഗംഭീരമായ ചടങ്ങ്. ഇവിടെയാണ് ഇവരുടെ എല്ലാ പ്രമുഖമായ ചടങ്ങുകളാണ്. അതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടല്ലോ.
예술의 안경과 모든 찐바닥을 만나서 수많은 인물을 너무 중요하게 인식했습니다. 여러분께서는 행사의 원활한 진행을 위해서 정확하게 사업해주시기 바랍니다. പറയാൻ പറ്റിയ അമ്മച്ചിയും വരും まず運搬前の演奏と交代する登場圧で太鼓が持っています。학생분을 봐주시기 바랍니다. 지금 무대 수문장에 주고 수문군이 학생이에요. 행사를 하고 있습니다. 무대를 쳐봤습니다. 쭉 가면서 어디를 가야 될지